ഹലോ എവ്രി വൺ. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നന്ദനയാണ്. നന്ദന എക്സാമിനറിൻ്റെ +1 യോധ ബാച്ചിനും അതുപോലെ ഇപ്പോൾ +2 ഏരിയ ബാച്ചിനും പഠിച്ചുകൊണ്ടിരിക്കുന്ന, നല്ല ഉഷാറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻ്റാണ്. അതേസമയം നന്ദനയ്ക്കൊരു വലിയ അച്ചീവ്മെൻ്റ് ഉണ്ട്. നമ്മുടെ +1 എക്സാമിന്, നിങ്ങളൊക്കെ എഴുതിയ +1 എക്സാമിൽ 520 മാർക്ക് വാങ്ങിച്ചൊരു സ്റ്റുഡൻ്റാണ് നന്ദന. അപ്പോൾ നമുക്ക് ഇന്ന് ആ സീക്രട്സ് ഒക്കെ വെളിപ്പെടുത്താം അല്ലേ? നന്ദന എങ്ങനെയാണ് ആ മാർക്ക് അച്ചീവ് ചെയ്തത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞങ്ങൾ വെളിപ്പെടുത്താൻ പോകാം കേട്ടോ. ശരി, അപ്പോൾ ഫസ്റ്റ് ചോദ്യം, നന്ദനയ്ക്ക് എന്താണ് തോന്നിയത്? റിസൾട്ടൊക്കെ അറിഞ്ഞപ്പോൾ എന്താണ് ഫസ്റ്റ് തോന്നിയ കാര്യം? ഫസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല ഫുൾ മാർക്ക്. A+ പ്രതീക്ഷിച്ചായിരുന്നു, ബട്ട് ഫുൾ മാർക്ക് പ്രതീക്ഷിച്ചില്ല. ബട്ട് ആദ്യം ഒരു ഷോക്ക് ആയിരുന്നു, പിന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഓക്കെ, എന്നാലും അത്യാവശ്യം നല്ല മാർക്ക് പ്രതീക്ഷിച്ചിരുന്നു, നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്. A+ പ്രതീക്ഷിച്ചിരുന്നു. ശരി ശരി ശരി. എന്തൊക്കെയാണ് നന്ദന ചെയ്തത് ഈ ഒരു ഫുൾ മാർക്ക് അല്ലെ ഈ ഒരു നല്ല മാർക്ക് എത്താൻ വേണ്ടിയിട്ട്? എന്തൊക്കെയാണ് നന്ദന ചെയ്തത്? പഠിക്കുന്ന ടൈം നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് തന്നെ പഠിച്ചു. സ്വന്തമായിട്ട് സെൽഫ് നോട്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഞാൻ പഠിച്ചത്. സ്വന്തമായിട്ട് നോട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നല്ല മെമ്മറൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് മെയിൻലി പഠിച്ചത്. ഓക്കെ ഓക്കെ. വേറെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നോ? ഡിസ്ട്രാക്ഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടായില്ല. പഠിക്കുന്ന സമയത്ത് നല്ലോണം പഠിക്കാൻ ശ്രമിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പം പിന്നെ പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ നന്ദനയ്ക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നല്ല മാർക്ക് കിട്ടും, നന്നായിട്ട് എഴുതിയെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ? ചില സബ്ജക്ട് നല്ലോണം എഴുതിയിട്ടുണ്ടായിരുന്നു. മാത്സ് ഒക്കെ നല്ല സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയിരുന്നു. ഫിസിക്സ് ഞാൻ കുറച്ച് പ്രതീക്ഷിച്ചില്ല, കുറച്ച് ടഫായ പോലെ എനിക്ക് തോന്നി. കുറച്ച് എഴുതി വരുമ്പോ ഈസി ആയിരുന്നു ഫിസിക്സ്, ബട്ട് എഴുതി വരുന്ന കുറച്ച് ബുദ്ധിമുട്ടായ പോലെ തോന്നി. ഓക്കെ ഓക്കെ. പക്ഷെ അവസാനം മാർക്ക് ഫുൾ മാർക്ക് തന്നെയല്ലേ, അതുകൊണ്ട് പിന്നെ അതിൽ പിന്നെ ചോദ്യമൊന്നുമില്ല. ശരി ശരി. എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ടൈം ടേബിളോ അങ്ങനെ എന്തെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു? ഇത്രയും നേരം ഞാൻ പഠിക്കും, പിന്നെ ഞാൻ ഇത് ചെയ്യും? എല്ലാ സബ്ജക്റ്റിനും എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ്ലി തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ടൈം ടേബിൾ വെച്ച് പഠിച്ചിട്ടില്ല. പഠിക്കുന്ന ടൈം നല്ല വൃത്തിക്ക് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഒരു ആവറേജ് ദിവസം എക്സാം ടൈമിൽ, എക്സാമിന് മുൻപായിട്ട് ആവറേജ് ദിവസം എത്ര മണിക്കൂർ പഠിക്കുമായിരിക്കും നന്ദന? എല്ലാവർക്കും അറിയേണ്ട അതാണ്. ടൈം നല്ലോണം പഠിക്കും. രാവിലെ ഒരു 5 മണിക്ക് എണീക്കും. ലേറ്റ് നൈറ്റ് വരെ ഒരു 1 o'clock വരെ പഠിക്കും. ഓക്കെ ഓക്കെ. നല്ല അത്ര സമയം പഠിക്കും. അതിന്റെ കുറച്ച് സമയം ബ്രേക്ക് ഒക്കെ ഉണ്ടാവും. ലേറ്റ് നൈറ്റ് ആൻഡ് മോർണിംഗ് പഠിക്കുമ്പോൾ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഓക്കെ ഓക്കെ. ശരി ശരി. അപ്പം പഠിക്കണം അല്ലേ, നല്ല മണിക്കൂറൊക്കെ വെച്ച് പഠിക്കണം. ഓക്കെ. അപ്പം എന്നോട് വീണ്ടും കുറേ പേര് നമ്മളോട് സ്റ്റുഡൻസ് ചോദിക്കും, സാർ ഇത്ര പഠിച്ചാൽ മതിയോ, 2 മണിക്കൂർ പഠിച്ചാൽ മതിയോ? അപ്പം നമ്മളും അപ്പോഴും പറയാം, എന്താ 2 മണിക്കൂർ പഠിച്ചാൽ മതി, പക്ഷെ അപ്പം നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള മാർക്കേ കിട്ടുള്ളൂ. അപ്പം നന്ദനേൻ്റെ കേസ് നിങ്ങൾ കേട്ട പോലെ അല്ലേ, കുറച്ചധികം പഠിച്ചാലേ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അല്ലേ. നിങ്ങൾക്ക് ആ ടോപ്പിലെത്തണമെങ്കിൽ മണിക്കൂർ തന്നെ വേണം അല്ലേ, അല്ലാണ്ട് അരമണിക്കൂർ പഠിച്ചിരുന്നെങ്കിൽ നന്ദനയ്ക്ക് ഫുൾ മാർക്ക് കിട്ടും നന്ദനയ്ക്ക് തോന്നുന്നുണ്ടോ? ഇല്ല സാർ, ഒരിക്കലും കിട്ടില്ല. അപ്പം അതെല്ലാവരും മനസ്സിലാക്കുക. അല്ലാണ്ട് ഒരു ടോപ്പർ എന്ന് വെച്ചാൽ ഭയങ്കര ഐൻസ്റ്റീൻ്റെ അത്രയും എന്തിരുന്നല്ല അല്ലേ, കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അല്ലേ. ആ കഷ്ടപ്പെടുന്നതിലാണ് എന്തിരുത്തൻ കാണിക്കേണ്ടത് നമ്മൾ, അത്രയേ ഉള്ളൂ. അപ്പം നന്ദനയ്ക്ക് ഏറ്റവും ടഫായിട്ടുള്ള എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നോ? ഏറ്റവും ടഫായിട്ടില്ല, കെമിസ്ട്രി കുറച്ച് ടഫായിരിക്കും എനിക്ക് തോന്നിയായിരുന്നു. ഓക്കെ ഓക്കെ. എന്നിട്ട് അത് എങ്ങനെയാണ് അത് ശരിയാക്കി എടുത്തത്? കെമിസ്ട്രി ക്ലാസ്സസ് യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ ഞാൻ എക്സാമിനറിൽ കണ്ടത്, അങ്ങനെയാണ് എക്സാമിനറിന്റെ പാർട്ടായിട്ട് മാറിയത്. ഓക്കെ ഓക്കെ. ശരി ശരി. പിന്നെ നന്ദന ഇപ്പം പറഞ്ഞില്ലേ കുറെ ടൈമൊക്കെ പഠിച്ചു എന്ന്, അത് ആദ്യം മുതലേ പഠിക്കായിരുന്നു അല്ലെ എക്സാം വന്നിട്ടോ, അല്ലെ ആദ്യം കുറച്ച് പഠിക്കായിരുന്നു? എങ്ങനെയായിരുന്നു? ആദ്യം കുറച്ച് ഉഴപ്പിയിരുന്നു. ഓൺലൈൻ ക്ലാസ്സസ് തന്നെ ആയതുകൊണ്ട് കുറച്ച് ഉഴപ്പിയിരുന്നു. പിന്നെ ടൈം ടേബിളും പിന്നെ ഫോക്കസ് ചെയ്ത് ഫസ്റ്റ് പബ്ലിഷ് ചെയ്ത് തരും. പിന്നെ ആ ടൈം തൊട്ട് നല്ലോണം ഇരുന്ന് പഠിക്കാൻ ശ്രമിച്ചു. ഈ ഓൺലൈൻ ആയതുകൊണ്ട് ഉഴപ്പിന്ന് പറഞ്ഞില്ലേ, ഓൺലൈൻ ആയതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ, അല്ലെ അത് അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? എന്താണ് തോന്നിയത്? നമുക്ക് ഏത് ടൈമും എന്താ പറയാ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് നല്ലൊരു കാര്യമാണ്. ബട്ട് കുറെ ടൈം ഫോണിൽ നോക്കുമ്പോൾ ഒരു ചെറിയ എല്ലാവർക്കും ഉണ്ടാകുന്ന ഇഷ്യൂ അല്ല, വേറെ ഒന്നുമില്ല. ഓക്കെ, വേറെ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല? വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ ഓക്കെ. ശരി ശരി. അത് നന്നായി. കാരണം ചില കുട്ടികൾക്ക് ഭയങ്കര സ്ട്രെസ്സൊക്കെയാണ്, കാരണം ആരും കാണാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതേസമയം കുറേ അഡ്വാൻറ്റേജും ഉണ്ടാവുമല്ലേ, കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാം, റെക്കോർഡ് ക്ലാസ് കാണാം, എന്ത് വേണേലും ചെയ്യാം. ശരി ശരി ശരി. ഇനി +1 ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്, നന്ദന എഴുതിയ പരീക്ഷ എഴുതാൻ പോകുന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ +2 നന്ദനേൻ്റെ ബാച്ചിലുള്ള സ്റ്റുഡൻസും ഇനി അടുത്തൊരു വലിയ പരീക്ഷയും കൂടി ഉണ്ടല്ലേ.
അപ്പോൾ അതൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ട്. അവരുടെ അടുത്ത് നന്ദനയ്ക്ക് എന്താണ് പറയാനുള്ളത്? എന്ത് അഡ്വൈസാണ് നന്ദനയുടെ ഭാഗത്ത് നിന്ന് അവർക്ക് കൊടുക്കാനുള്ളത്? നല്ലോണം പഠിക്കുക, എല്ലാവരും നല്ല അവരുടെ എഫേർട്ട് എടുത്തിട്ട് കഴിവിന്റെ പരമാവധി പഠിക്കാൻ ശ്രമിക്കുക, അത്രേ ഉള്ളൂ. എല്ലാവരും എക്സാം ഈസി ആയിരിക്കും, പോസിറ്റീവ് ആയിട്ട് എല്ലാം ചിന്തിക്കുക. പഠിച്ചത് മാത്രമേ വരും, എക്സാം നല്ലോണം ഈസി ആയിരിക്കും, നല്ല കോൺഫിഡൻറ്റിൽ പോയിട്ട് എക്സാം എഴുതുക. ഓക്കെ, കോൺഫിഡൻസ് ആണ് ഇമ്പോർട്ടന്റ് അല്ലേ? പറ്റുന്നത് ചെയ്യാ, പറ്റുന്നതിന് മാക്സിമം ആള് നല്ല ഹാപ്പിയാണ് അല്ലേ? നന്ദന എപ്പോഴും ഭയങ്കര ഹാപ്പിയാണോ? അങ്ങനെ ഹാപ്പിയാണ്. മാർക്ക് കിട്ടിയ പിന്നെയാണോ മാർക്ക് കിട്ടുന്നതിന് മുൻപ് തന്നെ? നേരിട്ട് സംസാരിക്കാൻ പറ്റിയ ഭയങ്കര ഹാപ്പിയാണ്. ശരി ശരി ശരി. അപ്പൊ നമുക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കാം വീണ്ടും. അപ്പം നന്ദന പറഞ്ഞൊരു നല്ല പോയിന്റ് ആണ്. കാരണം എല്ലാവർക്കും ടെൻഷനാണ്. ഇത്രയല്ലേ ഉള്ളൂ, ഒരാൾക്ക് പറ്റിയ ഒരു ലിമിറ്റ് ഉണ്ടാവും, അതുവരെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കോൺഫിഡൻ്റ് ആണ്. നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, കാരണം അതിൽ കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ മാക്സിമം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോൺഫിഡൻസേ ഉള്ളൂ അല്ലേ? നന്ദനേൻ്റെ മുഖത്തുനിന്ന് മനസ്സിലാവട്ടെ. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, അതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പം എക്സാമിനറിൻ്റെ ക്ലാസ്സസ് ഒക്കെ എങ്ങനെയാണ് നന്ദനയ്ക്ക് യൂസ്ഫുൾ ആയിരുന്നു എക്സാമിന്? എക്സാമിനറിന്റെ ക്ലാസ്സസ് കാണുമ്പോൾ നല്ല മീൻസ് എല്ലാവരും ടീച്ചേഴ്സ് ഒക്കെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. രണ്ട് സാർമാരും ഇപ്പോൾ ഉള്ളോട്ട് പറയുന്നില്ല, എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഫുൾ നല്ല ക്വസ്റ്റ്യൻസിൽ നല്ലോണം ചെയ്യാൻ പറ്റി, നല്ല ക്ലാസ്സസ് ആയിരുന്നു. അതുകൊണ്ട് നല്ല യൂസ്ഫുൾ ആയിരുന്നു, നല്ല പോസിറ്റിവിറ്റി കിട്ടിയിട്ടുണ്ട് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഒക്കെ. അതൊക്കെ ഹെൽപ്പ് ചെയ്തു, നല്ലോണം ഹെൽപ്പ് ചെയ്തു. ശരി ശരി, നല്ല കാര്യം. ഓക്കെ, പ്ലസ് ടു നമുക്ക് ഉഷാറായിട്ട് പഠിക്കണം, അവസാനം നമുക്ക് അടിപൊളി റിവിഷൻ ഒക്കെ ചെയ്ത് പ്ലസ് ടു പോസിറ്റിവിറ്റി ആണ് വേണ്ടത് അല്ലേ? ഇപ്പൊ തന്നെ സ്റ്റുഡൻസ് ചോദിക്കും, സാറ് നമുക്ക് ഡിസംബർ വരെ ഇത്ര മതിയോ, പഠിച്ചു തീർത്താൽ മതിയോ, അല്ലെ ഇനി എന്താ ചെയ്യണ്ടേ? ഈ പോസിറ്റിവിറ്റി എല്ലാവരും കണ്ടാൽ തന്നെ മതി, ഈ ചിരിയൊക്കെ ഒന്ന് കണ്ടാൽ മതി അല്ലേ? അപ്പം പ്ലസ് ടുവിൽ നമ്മൾ ഉഷാറാക്കണം, ഫുൾ മാർക്ക് തന്നെ ആവണം കേട്ടോ, അതിലൊരു കുറവില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ ഫാമിലിയും പേരൻസ് എല്ലാവരും എങ്ങനെ സപ്പോർട്ടീവ് ആയിരുന്നോ? ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഓക്കെ, സ്ട്രെസ് ഒക്കെ പ്രഷർ ഉണ്ടായിരുന്നോ? ഫുൾ മാർക്ക് ഫുൾ മാർക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവർക്ക് നേരത്തെ ഉറപ്പായിരുന്നോ ഫുൾ മാർക്ക് വാങ്ങുന്ന? ഇല്ല, അവർക്ക് ഞാൻ എക്സാം എഴുതിയത് ഞാനല്ല, അപ്പൊ പറയുന്നത് ഞാൻ എല്ലാം പറയലുണ്ടായിരുന്നു. മാത്സ് നല്ല ഈസി ആയിരുന്നു പറഞ്ഞു, ഫിസിക്സ് കുറച്ച് ഇതായിരുന്നു, സുവോളജി ക്വസ്റ്റ്യൻ കുറച്ച് കൺഫ്യൂസിംഗ് ആയിരുന്നു, അതൊക്കെ പറഞ്ഞു. ബാക്കിയൊക്കെ കൺഫ്യൂസിംഗ് ആയിരുന്നു, അതൊക്കെ പറഞ്ഞു. ഫുൾ മാർക്ക് കിട്ടുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. മാത്സ് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് മതി, അത് കേട്ടാ മതി, എനിക്ക് സന്തോഷം. ഓക്കെ, ഈ ഫിസിക്സിലൊക്കെ കുറെ സ്റ്റുഡൻസ് പറയുന്ന ഡെറിവേഷൻസ് ഒക്കെ ഭയങ്കര ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടാണ്. എന്താണ് നന്ദന ചെയ്തത് ഡെറിവേഷൻസ് ഒക്കെ പഠിക്കാൻ വേണ്ടിട്ട്? എഴുതി പഠിക്കുക. റിപ്പീറ്റഡ്. ഇപ്പൊ എന്റെ കാലത്ത് ഞാൻ എനിക്ക് ഓർമ്മ എഴുതി പഠിക്കുക. വീണ്ടും ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് പറയാം, കുറെ സ്റ്റുഡൻസ് വിചാരിക്കുന്നത് ഡെറിവേഷൻ മനസ്സിലാക്കുകയാണ്. മനസ്സിലാക്കണം, അത് പക്ഷെ എല്ലാവരും മനസ്സിലാക്കണം കാര്യങ്ങളൊക്കെ, പക്ഷെ മനസ്സിലാക്കിയോണ്ട് മാത്രം കാര്യമില്ല. എക്സാമിന് അതല്ല ടെസ്റ്റ് ചെയ്യുന്നത്. എക്സാമിന് നിങ്ങൾ എഴുതി കാണിക്കണം, പക്ഷെ എഴുതണമെങ്കിൽ നമുക്ക് പ്രാക്ടീസ് തന്നെ വേണം, അല്ല വീണ്ടും വീണ്ടും എഴുതി ശീലിക്കുക. അപ്പം ഒന്നുമില്ല, ഭയങ്കര വലിയ ട്രിക്കും കാര്യങ്ങളൊന്നും ഇല്ല. നന്ദൻ തന്നെ പറഞ്ഞു, എഴുതി കഷ്ടപ്പെടുക അല്ലേ, സമയം എടുത്ത് കഷ്ടപ്പെടുക, അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് അതും കിട്ടും. ഓക്കെ, ശരി. എന്താണ് നന്ദനേൻ്റെ നെക്സ്റ്റ് പ്ലാൻസ് ഒക്കെ? എന്തെങ്കിലും ഉണ്ടോ പ്ലാൻസ്? അങ്ങനെ പ്ലസ് ടു നല്ലോണം ചെയ്യാം, അത് കഴിഞ്ഞിട്ട് നോക്കണം എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു സംശയമില്ല, എന്താണേലും തീരുമാനിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, സമയം ഉണ്ടല്ലോ നമുക്ക്. എന്താണേലും ഈ ഒരു ഡെഡിക്കേഷൻ നന്ദന ബാക്കിയുള്ള കാര്യത്തിലേക്ക് പുട്ടിന് ചെയ്യാൻ റെഡിയാണ്, ഒരു സംശയമില്ല. എന്തിലാണോ ചെയ്യുന്നത് അതിൽ സക്സസ്. പിന്നെ ഈ കോൺഫിഡൻസും അല്ലേ? ശരി. നന്ദന സ്കൂളിൽ എങ്ങനെയാണ്? സ്കൂളിലെ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ എല്ലാവരും ടോപ്പറായിട്ടും ബുജിയൊക്കെ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ആളാണോ? അങ്ങനെ ബുജി എന്നൊക്കെ വിളിക്കും, ബട്ട് ഞാൻ നല്ല ടോക്കറ്റീവ് ആയിട്ട് എല്ലാവരോടും ഫ്രണ്ട്സിനൊക്കെ ഹെൽപ്പ് ചെയ്യോ? പരീക്ഷയ്ക്കൊക്കെ ഹെൽപ്പ് ചെയ്യോ? ഓക്കെ, എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ടീച്ചർ ആവാനുള്ള ഒരു സ്കോപ്പ് കാണുന്നുണ്ടോ? ടീച്ചർ നല്ല ഫീൽഡാണ്, ബട്ട് ഞാൻ എന്റെ ഒരു ക്യാരക്ടർ വെച്ച് ടീച്ചർ ശരിയാവില്ല. ശരി. അപ്പൊ എന്തായാലും നമുക്ക് കാണാം അല്ലെ, വഴി അറിയാം. എന്താണ് ഒരു 7-8 മാസം കഴിയുമ്പോൾ എക്സാം കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഉണ്ടാവും ഇന്റർവ്യൂ, കാരണം ഇങ്ങനെ പോയാൽ ഫുൾ മാർക്ക് മേടിക്കും അല്ലേ? ശ്രമിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും നന്ദനയുടെ ഈ നന്ദനയായിട്ടുള്ള ഒരു കോൺവെർസേഷൻ വലിയ ഇൻസ്പിറേഷൻ ആവട്ടെ. ഇൻസ്പിറേഷൻ ഓൾറെഡി ആയിട്ടുണ്ടാവും. ഈ കോൺഫിഡൻസും ഈ ഒരു സിംപ്ലിസിറ്റിയും അല്ലേ, ഭയങ്കര സംഭവമൊന്നും ഇല്ലയെന്ന് നന്ദന കാണിച്ചിരിക്കുകയാണ് ഈ ഫുൾ മാർക്ക് വാങ്ങുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതെല്ലാവർക്കും വലിയൊരു ഇൻസ്പിറേഷനും മോട്ടിവേഷനും ഒക്കെ ആവട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച് നന്ദന, വീണ്ടും ഞങ്ങൾ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. വലിയ അച്ചീവ്മെൻറ്റ് തന്നെയാണ്, അതിലൊരു സംശയമില്ല.
നമുക്ക് ഇതേ പവറിൽ തന്നെ ഇതേ എനർജിയിൽ മുന്നോട്ട് പോയാൽ നമുക്ക് +2 അതിനുശേഷമുള്ള ലൈഫ് +1 മാത്രമല്ലല്ലോ, അതിനുശേഷമുള്ള ലൈഫും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ പോകും. ഓക്കെ, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാ വിഷസും നേരാണ് കേട്ടോ. താങ്ക് യു സർ.